പ്രയാഗ്രാജിൽ മഹാകുംഭമേള പൊടിപൊടിക്കുകയാണ്. ലോകോത്തരമെന്ന് അവകാശപ്പെടുന്ന സുരക്ഷാ സംവിധാനങ്ങളുണ്ടത്രേ. ഈ സംവിധാനങ്ങളെല്ലാം VIP-കൾക്കും VVIP-കൾക്കും മാത്രമാണ് പ്രയോജനം ചെയ്യുന്നത്. കുംഭമേളയ്ക്കെത്തിയ 40-ലേറെ പാവപ്പെട്ട തീർത്ഥാടകരാണ് അനിയന്ത്രിതമായ തിരക്കിൽ ചവിട്ടേറ്റ് മരിച്ചത്. ആത്മീയത ഒരു വലിയ കച്ചവട മാർഗമാണ്. രാഷ്ട്രീയത്തിൽ ഒരു എളുപ്പവഴിയാണ്. ആത്മീയതയെ വർഗീയതയാക്കി മാറ്റിയാൽ രാഷ്ട്രീയ മാർഗം എളുപ്പമാകും. ആ എളുപ്പവഴി സൃഷ്ടിച്ച ദുരന്തമാണ് UP-യിലെ പ്രയാഗ്രാജിൽ കണ്ടത്. ലോകോത്തരമെന്ന് കൊട്ടിഘോഷിച്ച സുരക്ഷാ സംവിധാനം കൊള്ളയെന്ന് തെളിഞ്ഞു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചു. ഇതാണ് ഇന്നത്തെ UP. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. ആഗോള വിശപ്പ് സൂചികയിൽ 111-ാം സ്ഥാനത്തുള്ള രാജ്യം ലോകത്തിന് മുന്നിൽ വികസന കുതിപ്പ് തെളിയിക്കേണ്ടത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്താണ്. എന്നാൽ BJP സർക്കാരുകൾ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നത് മഹാകുംഭമേളകൾ സംഘടിപ്പിച്ചാണ്. ഇതെല്ലാമാണത്രേ ഭരണ നേട്ടങ്ങൾ. അയോധ്യയിലെ രാമക്ഷേത്രം പോലെ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് പിറകിലും ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. രാജ്യത്തെ ഹിന്ദുമത വിശ്വാസിയുടെ ജീവിത ലക്ഷ്യങ്ങളിലൊന്ന് കുംഭമേളയിലെ വിശുദ്ധ സ്നാനമാകണം. അവിടെ എത്തുന്ന ഹിന്ദുക്കൾ ആത്മീയമായും രാഷ്ട്രീയമായും സംഘടിക്കണം. അവർ ദൈവത്തെ മാത്രമല്ല, മോഹൻ ഭാഗവതിനെയും മോദിയെയും അമിത്ഷയെയും ആദിത്യനാഥിനെയും ആരാധിക്കണം. ഈ പ്രചണ്ഡമായ പ്രചാരണങ്ങളിൽ വീണുപോയ കുറേയേറെ വിശ്വാസികൾ രാജ്യത്തുണ്ട്. അവരാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിയത്. ഭക്തരുടെ സുരക്ഷ, യാത്ര, താമസം, ഭക്ഷണം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നായിരുന്നു UP സർക്കാരിന്റെ ഭാഷ്യം. കുംഭമേള നഗരി ഒരു പ്രത്യേക ജില്ലയായി പ്രഖ്യാപിച്ചു. കുംഭമേളയിൽ ഒരുക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തി. കോടി മീഡിയ വാഴ്ത്തുപാട്ടുകൾ പാടി. എന്നാൽ സുരക്ഷയും സൗകര്യങ്ങളുമെല്ലാം VIP-കൾക്കും VVIP-കൾക്കും മാത്രമായി ചുരുങ്ങി. ബുധനാഴ്ച മൗനി അമാവാസി ദിനമായിരുന്നു. ത്രിവേണി സംഗമത്തിൽ അമൃതസ്നാനത്തിനായി എത്തിയത് 6 കോടിയോളം തീർത്ഥാടകർ. അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. കെടുകാര്യസ്ഥതയുടെ ഇരയായ കുറെ നിരപരാധികൾ തിരക്കിൽ ചെവിട്ടേറ്റ് മരിച്ചു.
ഭക്തജനങ്ങളുടെ തിരക്ക് എങ്ങനെ ശാസ്ത്രീയമായി നേരിടും? മോദിയും അമിത്ഷായും ആദിത്യനാഥും ഇങ്ങുതെക്ക് ശബരിമലയിലേക്ക് വരണം. ഭക്തജന തിരക്ക് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് കണ്ടുപഠിക്കണം. ഈ വിഷയത്തിലും യു പിക്ക് കേരളത്തെ മാതൃകയാക്കാം.